ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TP, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ മറ്റ് മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈന, ഹോങ്കോങ് മാർക്കറ്റുകൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കൊറിയൻ ഇൻഡെക്സ് കോസ്പി 5000 മാർക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ്. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് റാൻഡം ആക്സസ് മെമ്മറി മേക്കേഴ്സായ മൈക്രോൺ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്ലാഷ് മെമ്മറി മേക്കേഴ്സായ സാൻഡിസ്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് മേക്കേഴ്സ് ആയിട്ടുള്ള സീഗേറ്റും വെസ്റ്റേൺ ഡിജിറ്റലും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ അമേരിക്കയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വീണ്ടും മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ഗ്രീൻലാൻഡിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്ന കാര്യം അദ്ദേഹം മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഒപ്പം യൂറോപ്യൻ യൂണിയൻ US ആയിട്ടുള്ള ട്രേഡ് ഡീൽ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രികളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന താരിഫിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടായിട്ട് മാത്രം മതി US-ഉമായിട്ടുള്ള ട്രേഡ് ഡീൽ എന്ന തരത്തിലുള്ള ഡിസിഷനിലാണ് യൂറോപ്യൻ കൺട്രികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിരിക്കാം ട്രംപ് അദ്ദേഹത്തിൻ്റെ വാക്ക് മാറ്റി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ചെയ്തിരുന്നു. $4888.8 പെർ ഔൺസ് ആയിരുന്നു പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നത്. ട്രംപ് വാക്ക് മാറ്റി പറഞ്ഞതിന് ശേഷം ഗോൾഡും താഴെ പോയിട്ടുണ്ട്. $4798 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ സിൽവർ $95.99 പെർ ഔൺസ് വരെയൊക്കെ സ്പോട്ട് സിൽവർ മുന്നേറിയിരുന്നു. അതിനുശേഷം ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $92.5 പെർ ഔൺസിനാണ്. ഈ രണ്ട് കമ്മോഡിറ്റികളും വളാട്ടയിൽ തന്നെയാണ്. എന്നിരുന്നാലും ഗോൾഡിൻ്റെ കാര്യത്തിൽ വീണ്ടും വലിയ രീതിയിലുള്ള അപ്രീസിയേഷൻ തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിപ്പ് ബൈയിങ് നമുക്ക് ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സിൽവറിലും അത്തരത്തിലുള്ള ഒരു ബൈയിങ് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ വെലോസിറ്റി അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റം വളരെ കുറവായിരിക്കും കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഗോൾഡായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം നാച്ചുറൽ ഗ്യാസ് വലിയ രീതിയിലാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $5.26 പെർ MMBTU ആണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു. 91.75 പെർ ഡോളറാണ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ലോ. ഇന്നൊരു പക്ഷേ ഇന്ത്യൻ റുപ്പി റിക്കവറി നടത്താനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് ക്രിസ്റ്റീന ലഗാർഡെ ഇന്നലെ 100 ബാങ്കേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് റോക്കിൻ്റെ നേതൃത്വത്തിൽ ദാവോസിൽ എക്കണോമിക് സമ്മിറ്റിൽ നടക്കുന്ന മീറ്റിങ്ങിലാണ് അമേരിക്കൻ കോമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് യൂറോപ്യൻ കൺട്രികളെയും അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകളെയൊക്കെ വിമർശിച്ചപ്പോൾ ക്രിസ്റ്റീൻ ലഗാർഡെ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതോടൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രതിനിധികൾ അമേരിക്കൻ കോമേഴ്സ് സെക്രട്ടറിനെ കൂക്കി വിളിച്ച് ഇറക്കി വിട്ടു. അതിനുശേഷം ബ്ലാക്ക് റോക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അമേരിക്കക്കാരുടെ തനി സ്വഭാവം യൂറോപ്യൻ കൺട്രികളുടെ അടുത്ത് കാണിച്ചതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ ബന്ധം വഷളാക്കാനായിട്ട് മാത്രമാണ് ഉപകരിക്കുന്നത്. അതോടൊപ്പം അമേരിക്കയിൽ Q4 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകൾ ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത ആഴ്ചയിൽ മൈക്രോസോഫ്റ്റ്, മെറ്റ പ്ലാറ്റ്ഫോം, ടെസ്ലായി മേജർ ടെക്നോളജി കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രോക്ടർ ആൻഡ് ഗാംബിൾ, ഇന്റൽ കോർപ്പറേഷൻ, എയർബട്ട്. ഇന്റൽ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ് ഇന്റൽ. ഒപ്പം ഇന്ന് സൗത്ത് കൊറിയൻ മാർക്കറ്റിലത്തെ ഒരു ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സാംസങ് ഈ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റ് ചിപ്പ് മേക്കിംഗ് റിലേറ്റഡ് കമ്പനികളെല്ലാം തന്നെ ഏഷ്യയിൽ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ചിപ്പ് മേക്കിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ IDBI ഫൈനാൻഷ്യൽ ബിഡ്സ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ പ്രൊമോട്ടറായ ഫെയർഫാക്സ്, അതുപോലെ തന്നെ കോട്ടക് ബാങ്ക്,
എമിറേറ്റ്സ് NBD, ഓക്ട്രി ക്യാപിറ്റൽ, ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് IDBI സ്റ്റേക്കിന് വേണ്ടി മുന്നിലുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഫൈനാൻഷ്യൽ ബിഡ്സ് ആരൊക്കെയാണ് കൊടുക്കുന്നുള്ള കാര്യം നമുക്ക് ഈ മന്തിൻ്റോട് കൂടിയാണ് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ റിലയൻസ് വീണ്ടും റഷ്യൻ ഓയിൽ വാങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സെങ്കോ ഗോൾഡ്, ന്യൂ ജനറേഷൻ ജുവലറി കമ്പനിയായ മെലോറ ബ്രാൻഡാണ് ഓഗസ്റ്റ് ജുവലറി എന്ന് പറയുന്ന ഒരു ജുവലറി ഗ്രൂപ്പിൽ 68% സ്റ്റേക്ക് എടുത്തിരിക്കുകയാണ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഡിസിഷനാണ്. സെങ്കോ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. Q3 റിസൾട്ടുകൾ, ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു റിസൾട്ട്. അതുപോലെ തന്നെ എറ്റേണൽ നോക്കുകയാണെങ്കിൽ റവന്യൂ ഭയങ്കര ഹൈക്ക് വന്നിട്ടുണ്ട്. അതേസമയം പ്രോഫിറ്റബിലിറ്റി ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ താഴെയാണ്. ബജാജ് കൺസ്യൂമർ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. തത്വ ചിന്തൻ ഫാമ, അതുപോലെ തന്നെ KEI ഇൻഡസ്ട്രീസ്, വാരി എനർജീസ്, ഈ കമ്പനികളുടെയൊക്കെ റിസൾട്ടുകൾ ബെറ്റർ ആയിരുന്നു. ഇൻഡോ SMC ന്യൂലി ലിസ്റ്റഡ് കമ്പനിയാണ്. HDFC ബാങ്ക് 1.2 ലക്ഷം ഷെയർസ് വാങ്ങിയിട്ട് 150.18 രൂപ പെർ ഷെയറാണ് വാങ്ങിയിരിക്കുന്നത്. ഒപ്പം ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ് അമേരിക്കയിൽ അവരുടെ സബ്സിഡിയറിയിൽ പില്ലോസ് മാനുഫാക്ചറിങ് ആരംഭിച്ചിട്ടുണ്ട്, പോസിറ്റീവാണ്. ഷാലേറ്റ് ഹോട്ടൽ HDFC മ്യൂച്വൽ ഫണ്ട് സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. 2.06% കൂട്ടി 7.05% ആക്കിയിരിക്കുകയാണ്. കൊറോണ റെമഡീസ് ഗുജറാത്തിൽ അവരുടെ ഫെസിലിറ്റിക്കുള്ള യൂറോ ഏഷ്യൻ എക്കണോമിക് യൂണിയൻ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവ് ന്യൂസാണ്. കൊറോണ റെമഡീസിനെ സംബന്ധിച്ച് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. സെസ്ക് UPയിൽ 3800 കോടി രൂപ സ്പെൻഡ് ചെയ്യാണ് സോളാർ സെല്ല്, സോളാർ പാനൽസ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയാണ്. ഡെക്കാൻ ഗോൾഡ് മൈൻസ് അവരുടെ സബ്സിഡിയറി റൈറ്റ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2:1 250 രൂപ പെർ ഷെയർ ആണ്. 200 കോടി രൂപയാണ് സബ്സിഡിയറി കളക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലും അതുപോലെ തന്നെ കിർഗിസ്ഥാനിലൊക്കെ ഗോൾഡ് മൈനുള്ളൊരു കമ്പനിയാണ്. ഇതിൻ്റെ സബ്സിഡിയറി നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിൽ പെർഫോം ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഡെക്കാൻ ഗോൾഡ് മൈനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രീമിയർ എക്സ്പ്ലോസീവ് 17.7 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് ഓർഡർ ആണ്. റോക്കറ്റ് മോട്ടോഴ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ക്ലർക്സ് സർവീസസ് ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്യാണ്. ജനുവരി 28 ബോർഡ് മീറ്റിംഗ് വരുന്നത്. അതോടൊപ്പം തന്നെ മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ്, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് അടുത്ത ദിവസങ്ങളിൽ സൈൻ ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ ജെഫ്രീസ് റിസർച്ചിൻ്റെ അസസ്മെൻറ്റ് പ്രകാരം ടെക്സ്റ്റൈൽസ് ആയിരിക്കും മേജർ ബെനിഫിഷ്യറി. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സ്പെയർസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ആയിരിക്കാം മേജർ ബെനിഫിഷ്യറീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഇന്ത്യയിലത്തെ ടെക്സ്റ്റൈൽ കമ്പനികളെ സംബന്ധിച്ച് ഒരു പക്ഷേ കീടെക്സ് പോലുള്ള ഓഹരികൾ ഒക്കെ മുന്നേറാനുള്ള സാധ്യതകളുണ്ട് ഈ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ. ഒപ്പം മറ്റ് ന്യൂസുകൾ പൊതുവെ നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റിൽ ഷാഡോ ഫാക്സ് ടെക്നോളജീസ് 2ാം ദിവസം അവസാനിക്കുമ്പോൾ 0.63 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. റീറ്റെയിൽ പോർഷൻ 1.75 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്ന് ഇഷ്യൂ ക്ലോസ് ചെയ്യും. ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ആരംഭിച്ചിട്ടുള്ള KRM ആയുർവേദ ആദ്യത്തെ ദിവസം 1.22 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. 1.71 ടൈംസ് ആണ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വന്നിരിക്കുന്നത്. 200 മാർക്കറ്റ് മിനിമം ലോട്ട് വരുന്നത്. 135 രൂപ പെർ ഷെയറാണ്. NSE SME സെഗ്മെന്റിലുള്ളൊരു കമ്പനിയാണ് KRM ആയുർവേദ ലിമിറ്റഡ്. IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഷാഡോ ഫാക്സ് ടെക്നോളജീസ് ഇന്ന് ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ KRM ആയുർവേദ നാളെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ IPOസിലും അപ്ലൈ ആവുന്നതാണ്. ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളുടെ ഓവറോൾ അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പിക്കാഡിലി അഗ്രോ ആണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് കഴിഞ്ഞാൽ റവന്യൂയിലും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയിലൊക്കെ എക്സലൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള പിക്കാഡിലി അഗ്രോ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അറ്റ് എവരി ഫാളിൽ പിക്കാഡിലി അഗ്രോ വാങ്ങുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് അതുപോലെ തന്നെ Q3 റിസൾട്ടുകൾ ഈ ഇമ്പാക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് താഴെ വന്നതിന് ശേഷം വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ വൈകുന്നേരം നമ്മൾ നമ്മുടെ ജുവലറി ക്ലയൻസിനോട് അഡ്വൈസ് ചെയ്തിരുന്നു. ഇന്നലത്തെ റേറ്റിൽ 4850-860 ലെവലിൽ ഗോൾഡ്
പർച്ചേസ് നടത്തണ്ട, ഇന്നത്തേക്ക് നീട്ടി വയ്ക്കാൻ പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് അത്തരത്തിൽ ഡിസിഷൻ എടുത്തുള്ള ഇൻവെസ്റ്റേഴ്സിന്, ജ്വല്ലറി ക്ലയൻസിനെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ഗോൾഡ് വാങ്ങാവുന്നതാണ്. അറൗണ്ട് $70 താഴെയാണ് നമ്മുടെ അഡ്വൈസിന് ശേഷം. അതോടൊപ്പം തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.